السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്ന ഒരു അടിസ്ഥാന വിഷയത്തിൽ ഊന്നിയുള്ള ഒരു ആദർശ മുഖാമുഖത്തിലാണ് നാം ഉള്ളത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമ്പത്തും സമയവുമെല്ലാം അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ നിഅമത്തും ബറക്കത്തുമെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല അവന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങ് ഫലസ്തീനിന്റെ മണ്ണിൽ ഏറെ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും പിഞ്ചുമക്കളും അടക്കമുള്ളവർ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള അവന്റെ നിഅമത്തും ബറക്കത്തുമൊക്കെ ധാരാളമായി വർഷിക്കട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ സമാധാനവും നിർഭയാവസ്ഥയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നും നിലർത്തി തരുമാറാവട്ടെ. ആമീൻ. തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്നതാണ്
ഇന്നത്തെ ഈ മുഖാമുഖത്തിന്റെ വിഷയമായി നാം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതു ജീവിക്കും ഏറ്റവും പ്രധാനം ജീവനാണല്ലോ. ജീവനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ജീവനാണ് തൗഹീദ്. അഥവാ തൗഹീദാകുന്ന ജീവൻ നഷ്ടമായാൽ പിന്നെ ആ മനുഷ്യന് ഇസ്ലാമില്ല എന്നതാണ് പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഒരു മനുഷ്യന്റെ ഒരു ജീവിയുടെ മറ്റു ഏതു അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്കതൊരു പ്രതീക്ഷയാണ്. അവയവങ്ങൾക്ക് ഏതിനും കേടുപാടൊന്നുമില്ലെങ്കിലും ജീവൻ നഷ്ടമായാൽ പിന്നെ ആ ശരീരം ഒന്നിനും പര്യാപ്തവുമല്ല. എത്രയും വേഗം ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിലേക്ക്, ആ ഖബറിലേക്ക് ആ ജീവിയെ, ആ മനുഷ്യനെ മറവ് ചെയ്യുക എന്നതല്ലാതെ പിന്നെ ഒന്നും നമുക്കവിടെ ചെയ്യാനില്ല. ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണ്, വിശ്വാസമാണ്. അതിന് സംഭവിക്കുന്ന കേടുപാടുകൾ, അതിനേൽക്കുന്ന പോറലുകൾ ബാക്കി എല്ലാത്തിനെയും തകർത്തെറിയാൻ മാത്രം ഗൗരവമുള്ള കേടുപാടുകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രഥമമായും പ്രബോധനം ചെയ്തത് തൗഹീദായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമായിരുന്നു. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ. എല്ലാ ഉമ്മത്തിലും, എല്ലാ സമുദായത്തിലും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന സന്ദേശവുമായി. വജ്തനിബുത് ത്വാഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം ഉണ്ടോ അതിനെ മുഴുവനും ഒഴിവാക്കണം, കൈവടിയണം, വർജിക്കണമെന്ന്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളും ആരാധ്യനല്ല, പടച്ച റബ്ബ് മാത്രമാണ് ആരാധ്യനെന്ന ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയവുമായി എല്ലാ ഉമ്മത്തിലേക്കും, എല്ലാ സമുദായത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല വീണ്ടും പഠിപ്പിക്കുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, നബിയെ താങ്കൾക്ക് മുമ്പ് ഏതൊക്കെ പ്രവാചകന്മാർ നാം നിയോഗിച്ചുവോ അവർക്കെല്ലാം നാം വഹി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹിയെന്നോ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഇലാഹില്ല, ഞാനല്ലാതെ ആരാധനില്ല, അതിനാൽ എന്നെ മാത്രം ആരാധിക്കണേ എന്ന വഹി നൽകാത്ത ഒരൊറ്റ നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഏറ്റവും പ്രാധാന്യപൂർവം പ്രഥമമായി സമുദായത്തെ ഉത്ബോധിപ്പിച്ച കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ആരാധ്യനില്ല എന്ന ആശയമാണ്. എന്തുകൊണ്ട്? അതാണ് ജീവൻ എന്നത്. ഇസ്ലാമിന്റെ ജീവൻ ആ വിശ്വാസ മേഖലയാണ്. ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണ്. ആ ജീവൻ നിൽക്കുന്ന ഏതൊരു ചെറിയ പോറല് പോലും ഇസ്ലാമിനെ മൊത്തം ബാധിക്കുന്ന, എല്ലാം തകർത്തെറിയുന്ന, എല്ലാം നിഷ്ഫലമാകാൻ മാത്രം നിമിത്തമായി മാറുന്ന കാര്യമാണ് എന്നതിനാലാണ് ലോകത്ത് വന്ന അമ്പിയാക്കളൊക്കെയും പ്രഥമമായും ഈ ആശയം തന്നെ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം ഒന്നുകൂടി വ്യക്തമായി പഠിപ്പിച്ചു. വഅഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഹ്ദഹു ലാ ശരീക ല അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് ഞാൻ മാത്രമല്ല, ഞാനും വന്നബിയ്യൂന മിൻ ഖബ്ലി, എന്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും അഫ്ളലായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ്. ആ വചനമാണ് അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല എന്ന ആ തൗഹീദാണ് ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും പ്രഖ്യാപിച്ചതിൽ, പഠിപ്പിച്ചതിൽ, പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ വചനമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അഥവാ ജീവനാണ് തൗഹീദ് എന്നർത്ഥം. അതിന് പോറലേൽക്കുമ്പോൾ ജീവനാണ് പോറലേൽക്കുന്നത്. അത് നഷ്ടപ്പെടുമ്പോൾ ജീവനാണ് നഷ്ടമാകുന്നത്. ജീവൻ നഷ്ടമായാൽ പിന്നെ ആ ഭൗതികമായ ശരീരം ഒന്നിനും പറ്റില്ല എങ്കിൽ കൈയും കാലും കണ്ണും കാതും അതേപോലെ മറ്റവയവങ്ങളും എല്ലാം ജീവനുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗപ്രദമാവുകയുള്ളൂ. ജീവനില്ലെങ്കിൽ ഈ എല്ലാ അവയവങ്ങളും ഉപയോഗശൂന്യമായി മാറി, അവയെല്ലാം നിർജീവമായി മാറി പിന്നെ കുഴിച്ചു മൂടാൻ മാത്രമാണ് ആ ശരീരം പര്യാപ്തമാവുകയെങ്കിൽ ഇസ്ലാമാകുന്ന സംവിധാനത്തിന്, തൗഹീദാകുന്ന ജീവൻ എപ്പോൾ നഷ്ടമായോ അതോടുകൂടി പിന്നെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, സ്വലാത്ത്, തസ്ബീഹ്, സദഖ അടക്കമുള്ള മുഴുവൻ മേഖലകളും നിഷ്ഫലമായി പോയി. എല്ലാം പിന്നെ ഉപയോഗശൂന്യമായി മാറി. അതെല്ലാം സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകുമെന്നാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദിനും തൗഹീദുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിച്ചത്. തൗഹീദുമായി ബന്ധപ്പെടുത്തിയാണ് മുഴുവൻ പ്രാധാന്യങ്ങളെയും ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഏറ്റവും ചുരുക്കി ഒരു 10 പോയിന്റുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട്, തൗഹീദിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട 10 പോയിന്റുകൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി തൗഹീദിന്റെ വചനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണല്ലോ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം തൗഹീദിന്റെ ആശയം പ്രഖ്യാപിക്കുന്ന തൗഹീദിന്റെ വചനമായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ പ്രാധാന്യം ആ വചനത്തിലാണ് നിശ്ചയിക്കപ്പെട്ടത്. ഹദീസിൽ കാണാം, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാനായ റബ്ബിനോട് ആവശ്യപ്പെടുന്നു, അല്ലാഹുവേ, നിന്നെ സ്മരിക്കാൻ എനിക്കൊരു വചനം വേണം, എനിക്കൊരു വചനം നീ നൽകണം റബ്ബേ. നിന്നെ സ്മരിക്കാനാണ്, നിന്നോടത് വെച്ച് പ്രാർത്ഥിക്കാനാണ്. അല്ലാഹു തആല മൂസാ നബിക്ക് വഹയി നൽകി, യാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മൂസ, നീ പറഞ്ഞുകൊള്ളുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതാണ് ഏറ്റവും മഹത്തായ വചനം. അതുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറയാണ്, പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം എല്ലാവരും പറയുന്ന വചനമല്ലേ? കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, നിന്റെ അടിമകളെല്ലാം ഇത് പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ആരും പറയാത്ത, എനിക്ക് മാത്രമുള്ള ഒരു വചനമാണ് ഉദ്ദേശിച്ചത്. നിന്നെ സ്മരിക്കാൻ എനിക്ക് മാത്രമായി കിട്ടുന്ന, മറ്റാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകമായ വചനം, ഒരു പ്രത്യേകമായ ദിക്ർ, അതാണ് എനിക്ക് ആവശ്യമെന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ലൗ അന്ന സമാവാതി സബഅ വആമിറഹുന്ന ഗൈരി, അല്ലയോ മൂസാ, നീ അറിയണം, 7 ആകാശങ്ങളും ആ ആകാശലോകത്ത് ഏതെല്ലാം ആരെല്ലാം വസിക്കുന്നുവോ അവര് മുഴുവനും, വൽ അർളീന സബഅ, അതേപോലെ 7 ഭൂമികളും അതിലെ മുഴുവൻ നിവാസികളും എല്ലാം, അതൊക്കെ ജുഇൽന ഫീ കിഫ ഔ വുദിഅന ഫീ കിഫ, അവയെല്ലാം തുലാസിന്റെ തട്ടിൽ വെച്ചാൽ, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിലും വെച്ചാൽ, ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവയേക്കാളേറെ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകുമെന്നാണ്. 7 ആകാശങ്ങളും 7 ഭൂമികളും അവയിലെ മുഴുവൻ വസ്തുക്കളും പടച്ച റബ്ബൊഴികെ, ഒരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്, വആമിറഹുന്ന ഗൈരി, ഞാനല്ലാത്ത ബാക്കിയെല്ലാം, പടച്ച റബ്ബല്ലാത്ത ബാക്കിയെല്ലാം, എല്ലാ ജീവികളും എല്ലാ അജീവികളും അടക്കം ആകാശഭൂമികളും
അവയിലെ മുഴുവൻ ജീവികളും എല്ലാ വസ്തുക്കളും എല്ലാം തുലാസിന്റെ തട്ടിൽ വെച്ചു, മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും വെച്ചു എങ്കിൽ ഇവയേക്കാൾ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട വചനത്തിന്റെ പ്രാധാന്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വങ്ങൾ ധാരാളമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഓരോന്നും വിശദീകരിക്കുന്നില്ല. ഇനി ആ തൗഹീദ് സ്വീകരിച്ചവൻ, തൗഹീദ് ഉൾക്കൊണ്ടവൻ, മുഅ്മിനായവൻ, ഈമാനുള്ളവൻ, തൗഹീദിനെ ആശയമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ, ആ സ്വീകരിക്കുന്ന നിമിഷം മുതൽ അവന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. തൗഹീദില്ലാത്ത, ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാത്ത, ഈമാൻ ഉൾക്കൊള്ളാത്ത അവിശ്വാസിയായ ഒരു മനുഷ്യൻ ഏതു നിമിഷത്തിലാണോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ പ്രഖ്യാപിച്ച് ഇസ്ലാമിനെ, ഈമാനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വഴിയിലേക്ക് മാറി വരുന്നത്, ആ നിമിഷം മുതൽ അവന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. അവന്റെ സമ്പത്തിന് മഹത്വം കൂടുന്നു, അവന്റെ ശരീരത്തിന് മഹത്വം കൂടുന്നു, അവന്റെ രക്തത്തിന് മഹത്വം കൂടുന്നു, അവന്റെ അഭിമാനത്തിന് മഹത്വം കൂടുന്നു. മാത്രമല്ല, കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ എന്തെല്ലാം തിന്മയുണ്ടോ ആ തിന്മകൾ മുഴുവനും ആ നിമിഷത്തോടു കൂടി എല്ലാം പുറത്തു പോകുന്നു. മാത്രവുമല്ല, വിശുദ്ധമായ കഅബ എത്രമേൽ പവിത്രമായതാണ്, എത്ര വലിയ പരിശുദ്ധമാണ് കഅബ. പക്ഷേ ആ കഅബയേക്കാൾ പരിശുദ്ധി, ആ കഅബയേക്കാൾ മഹത്വം ഒരു വിശ്വാസിക്കുണ്ട് എന്നാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. എന്തേ മാറ്റം? വിശ്വാസിയും അല്ലാത്ത തമ്മിൽ എവിടെയാ വ്യത്യാസപ്പെടുന്നത്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വക്താവാണ്, അപരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാത്തവനാണ്. തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ആശയത്തെ സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന മഹത്വമാണത്. മൂന്നാമത്തെ പോയിന്റ്, ഇസ്ലാമിക പ്രബോധനത്തിൽ ഒന്നാമത്തെ സ്ഥാനം തൗഹീദിനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ്. ധാരാളം വചനങ്ങൾ ഖുർആനിലും ഹദീസിലും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുകയാണ് ഇസ്ലാമിന്റെ സന്ദേശവുമായി. നബി തങ്ങൾ പറഞ്ഞു, അല്ലയോ മുആദ്, നീ പോകുന്നത് അഹ്ലുൽ കിതാബിലേക്കാണ്, വേദഗ്രന്ഥങ്ങൾ മുൻകാലത്ത് ലഭിച്ച സമുദായത്തിലേക്കാണ് താങ്കൾ പോകുന്നത്. അതുകൊണ്ട് ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. താങ്കൾ ആദ്യമായി ക്ഷണിക്കേണ്ടത്, ഒന്നാമത്തെ ദഅവത്ത്, താങ്കളുടെ പ്രബോധനത്തിൽ താങ്കൾ ആദ്യമായി പറയേണ്ടത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ്. ആ സാക്ഷ്യത്തിലേക്കാണ് താങ്കൾ ആദ്യമായി ക്ഷണിക്കേണ്ടത്. മറ്റൊരു റിപ്പോർട്ടിൽ ഇലാ അയ്യുവഹിദുല്ലാഹ്, റഹ്മാനായ റബ്ബിന്റെ ഏകത്വം അംഗീകരിക്കുന്നതിലേക്കാണ്, തൗഹീദിലേക്കാണ് താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന നിർദ്ദേശം. നാലാമത്തെ പോയിന്റ്, മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ, മനുഷ്യനെ മാത്രമല്ല മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്, തൗഹീദിന് വേണ്ടിയാണ്. സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ വചനം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു തആല പരിചയപ്പെടുത്തി. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യരാവട്ടെ ജിന്നുകളാവട്ടെ ഞാൻ അവർ സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെയല്ല, എന്നെ മാത്രം ആരാധിക്കാൻ, എന്നെ മാത്രം ഇലാഹായി സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറയുന്ന വിശദീകരണങ്ങൾ കാണാം. ഐ ഇലാ അയ്യുവഹിദുല്ലാഹ്, അല്ലാഹു തആലയുടെ തൗഹീദിലേക്കാണ്, അവന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കുവാനാണ് അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം സൃഷ്ടിച്ചത് എന്നാണ്. അഞ്ചാമത്തെ പോയിന്റ്, ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായ ഏറ്റുമുട്ടലുകൾ, ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും തബൂക്കും അടക്കമുള്ള ഏതൊക്കെ ഏറ്റുമുട്ടലുകൾ നബി തങ്ങളുടെ കാലഘട്ടങ്ങളിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ എല്ലാം ഇസ്ലാമിന് വേണ്ടി ഉണ്ടായ ഏതൊക്കെ ഏറ്റുമുട്ടലുണ്ടോ അതൊക്കെ ലിതകൂന കലിമത്തുല്ലാഹിൽ ഉല്യ, അല്ലാഹു തആലയുടെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അത്യുന്നതമാകാൻ വേണ്ടി മാത്രമാണ് ആ ഏറ്റുമുട്ടലുകൾ മുഴുവനും. അഥവാ തൗഹീദ് സ്വീകരിക്കുന്നവനും തൗഹീദ് സ്വീകരിക്കാത്ത തമ്മിലാണ് ബദർ ഉണ്ടായത്, ഉഹദ് ഉണ്ടായത്, ഹുനൈൻ ഉണ്ടായത്, ഖന്ദഖ് ഉണ്ടായത്, തബൂക്ക് ഉണ്ടായത്, എല്ലാം ഏറ്റുമുട്ടലും വന്നുണ്ടായത്. ആറാമത്തെ പോയിന്റ്, നരക സ്വർഗങ്ങൾ അവ തീരുമാനിക്കപ്പെടുന്നത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വർഗത്തിലേക്കുള്ളവരാര്? തൗഹീദ് സ്വീകരിച്ചവൻ. സ്വർഗം ലഭിക്കാതെ നരകത്തിലേക്ക് പോകുന്നവരാര്?
ആ തൗഹീദിനെ തിരസ്കരിച്ചവൻ, അതാണ് അടിസ്ഥാന വിശ്വാസം. തൗഹീദ് സ്വീകരിച്ചവനുള്ളതാണ് സ്വർഗം. തൗഹീദ് നിരാകരിച്ചവരാരോ അവർക്കുള്ളതാണ് നരകാഗ്നി എന്നാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. 7ാമത്തെ പോയിന്റ്, ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ പാപങ്ങളും പൊറുക്കാനുള്ള അടിസ്ഥാന യോഗ്യത തൗഹീദ് ഉണ്ടാവുക എന്നാണ്. തൗഹീദ് ഉണ്ടോ എല്ലാ പാപങ്ങളും പൊറുക്കാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ്. ഖുദ്സിയ ഹദീസിൽ കാണാം, അല്ലാഹ് പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, അതിനാണ് ഖുദ്സി എന്ന് പറയുക. അത്തരം ഹദീസിൽ കാണാം, യബ്ന ആദമ ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. അല്ലയോ മനുഷ്യപുത്ര, നീ എന്റെ പക്കലേക്ക് വന്നത് ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തുകൊണ്ടാണെങ്കിലും ശരി, ഭൂമി നിറക്കാൻ മാത്രം തിന്മകൾ നിനക്കുണ്ട്, എമ്പാടും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ പാപ കൂമ്പാരവുമായിട്ടാണ് നീ എന്നിലേക്ക് വന്നത്. പക്ഷേ നീ വന്നതോ ലാ തുശ്രികു ബി ശൈആ, ശിർക്കിനെ ചെയ്തിട്ടില്ല, എന്നിൽ പങ്കു ചേർത്തിട്ടില്ല, എന്നോടൊരാളെയും തുല്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ശിർക്ക് സംഭവിക്കാതെ തൗഹീദ് കാത്തു സൂക്ഷിച്ചു. പക്ഷെ മറ്റൊരുപാട് തിന്മകൾ നീ ചെയ്തു പോയി. അങ്ങനെയാണ് നീ വന്നത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്നെ വന്ന് കാണും, ഞാൻ നിന്നെ സമീപിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നതായും നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. 8ാമത്തെ പോയിന്റ്, സ്വർഗത്തിൽ പ്രവേശിക്കണോ അടിസ്ഥാന യോഗ്യത തൗഹീദാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞു. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈആ ദഖലൽ ജന്ന. മൻ ലഖിയല്ലാഹ, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെ, ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ലവലേശം ശിർക്കില്ലാതെ ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മൻ മാത ലാ യുശ്രികു ബിഹി ശൈആ ദഖലൽ ജന്ന, മൻ മാത, ആരാണോ മരിച്ചു പോകുന്നത് ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹു തആലയിൽ ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹു തആലയിൽ യാതൊന്നും പങ്കു ചേർക്കാതെ ആരാണോ മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും പഠിപ്പിക്കപ്പെടുന്നു. അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത തൗഹീദ് ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ 9ാമത്തെ പോയിന്റ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിച്ചതുപോലെ അൽ ഖുർആനു കുല്ലുഹു അത്തൗഹീദ്, ഖുർആൻ പൂർണ്ണമായും തൗഹീദാണ്. തൗഹീദല്ലാത്ത ഒന്നും ഖുർആനിലില്ല, തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നും ഖുർആനിലില്ല. മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പഠിപ്പിക്കുന്നു, ഇന്ന കുല്ല ആയത്തിൻ ഫിൽ ഖുർആനി, വിശുദ്ധ ഖുർആനിലുള്ള ഏതൊക്കെ ആയത്തുണ്ടോ മുഴുവൻ ആയത്തുകളും ഫഹിയ മുതളമ്മിനത്തുൻ ലിത്തൗഹീദ്, അത് മുഴുവനും തൗഹീദ് ഉൾക്കൊള്ളുന്ന ആയത്തുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തെടുത്താലും ശരി, ആ ആയത്തുകൾ മുഴുവനും തൗഹീദുമായി ബന്ധപ്പെട്ട തൗഹീദ് ഉൾക്കൊള്ളുന്ന ആയത്തല്ലാത്തൊരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. കേവലമായി പറഞ്ഞു പോകുക മാത്രമല്ല, അദ്ദേഹം വിശദീകരിക്കുന്നു, ഫഇന്നൽ ഖുർആന ഇമ്മാ ഖബറുൻ അനില്ലാഹി തആല, ഒന്നുകിൽ വിശുദ്ധ ഖുർആനിൽ കാണുക അല്ലാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്, റഹ്മാനായ റബ്ബിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, അല്ലാഹുവിന്റെ സത്തകൾ, ഇങ്ങനെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളായിരിക്കും വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗം നമ്മൾ കാണുക. അത് മുഴുവനും യഥാർത്ഥത്തിൽ ഫഹുവ അത്തൗഹീദുൽ ഇൽമി അൽ ഖബരി, അത് തൗഹീദുൽ ഇൽമി എന്നറിയപ്പെടുന്ന അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന തൗഹീദ് പഠിപ്പിക്കുന്ന വചനങ്ങളാണ്. അത്തരം വചനങ്ങൾ ഖുർആനിലെ ഒരു ഭാഗം അതാണ്. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം വഇമ്മാ ദഅവത്തുൻ ഇലാ ഇബാദത്തിഹി വഹ്ദ ലാ ശരീക ല, അതല്ലെങ്കിൽ ഖുർആനിൽ കാണുക രണ്ടാമതൊരു ഭാഗമുള്ളത് റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കലേ, അല്ലാത്തവരെ ആരാധിക്കല്ല എന്ന് പറയുന്ന വചനങ്ങളാണ് രണ്ടാമത് കാണുക. ഫഹുവ തൗഹീദുൽ ഇറാദി, അതാണ് ഇറാദിയായ ത്വലബിയായ തൗഹീദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത് ഖുർആനിൽ കാണുക വഇമ്മാ നഹ്യുഹു വഅംറുഹു, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ, അല്ലാഹുവിന്റെ വിരോധങ്ങൾ, അതാ ഖുർആനിൽ കാണുക. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് തുടങ്ങിയ കൽപ്പന നിർദ്ദേശങ്ങൾ, വിലക്കുകൾ, വിധിവിലക്കുകൾ, അതാണ് ഖുർആനിൽ കാണുക. അതാവട്ടെ അതും ഫഹിയ ഹുഖൂഖുത് തൗഹീദി വമുകമ്മിലാതുഹു, അത് തൗഹീദിന്റെ
തൗഹീദിന്റെ ഹക്കിൽപ്പെട്ടതാണ്, തൗഹീദിന്റെ പൂർത്തീകരണമാണ്. അഥവാ തൗഹീദ് ഉള്ളവൻ ചെയ്യേണ്ട കാര്യമാണ്. നിസ്കരിക്കണം ആര്? തൗഹീദ് സ്വീകരിച്ചവൻ. നോമ്പെടുക്കണം ആര്? തൗഹീദ് സ്വീകരിച്ചവൻ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നാണല്ലോ, ഈമാൻ ഉൾക്കൊള്ളുകയും അമൽ സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്തവർ. അപ്പൊ തൗഹീദിന്റെ പൂർത്തീകരണമാണ് ഈ പറയപ്പെട്ട കൽപ്പനാ വിരോധങ്ങൾ എന്നാണ്. അപ്പോൾ അതും തൗഹീദുമായി ബന്ധമുള്ളത് തന്നെയാണ്. ഇനി അതുമല്ലെങ്കിൽ വഇമ്മാ ഖബറുൻ അൻ കറാമത്തില്ലാഹി ലിഅഹ്ലി തൗഹീദിഹി വതഅതിഹി വമാ ഫഅല ബിഹിം ഫിദ്ദുനിയാ വമാ യുക്രിമുഹും ബിഹി ഫിൽ ആഖിറ. ഇനി മറ്റൊന്ന് ഖുർആനിൽ കാണുക, തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ അല്ലാഹു തആല ദുനിയാവിൽ നൽകിയ അംഗീകാരങ്ങളാണ്, അവർക്ക് നൽകിയ സ്ഥാനമാനങ്ങളാണ്, പരലോകത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ചാണ്, ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്ന മറ്റൊരു ഭാഗം. അതാണെങ്കിലോ അത് യഥാർത്ഥത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണല്ലോ. ഫഹുവ ജസാഉ തൗഹീദിഹി, തൗഹീദിന്റെ പ്രതിഫലമാണ്. തൗഹീദ് ഉൾക്കൊണ്ടാൽ, തൗഹീദ് സ്വീകരിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഖുർആനിൽ കാണുക, വഇമ്മാ ഖബറുൻ അൻ അഹ്ലി ശിർകി വമാ ഫഅല ബിഹിം ഫിദ്ദുനിയ മിൻ നകാലി വമാ യഹില്ലു ബിഹിം ഫിൽ ഉഖബ മിൻ ഇഖാബ്. അല്ലെങ്കിൽ ഖുർആനിൽ കാണുക, ശിർക്കിന്റെ ആളുകൾ, കുഫ്രിന്റെ ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവർക്ക് റബ്ബ് നൽകിയ ശിക്ഷകൾ, ദുനിയാവിൽ വന്ന ശിക്ഷകൾ, ലൂത്ത് നബിയുടെ സമുദായം, ശുഐബ് നബിയുടെ സമുദായം, നൂഹ് നബിയുടെ സമുദായം, ആദ് സമൂഹം തുടങ്ങി ഒരുപാട് സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ട കഥകൾ ഖുർആനിൽ കാണാം. അതേപോലെ തൗഹീദില്ലാത്തവന്, ശിർക്കിന്റെ ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകൾ, നരകാഗ്നിയെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ കാണാം. ഫഹുവ ഖബറുൻ അമ്മൻ ഖറജ അൻ ഹുക്മി തൗഹീദ്. അഥവാ തൗഹീദ് സ്വീകരിക്കാതെ മാറി നിന്നാൽ എന്താണ് ഉണ്ടാവുക, ദുനിയാവിലെന്ത്, ആഖിറത്തിലെന്ത് എന്നാണ് അതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഫൽ ഖുർആനു കുല്ലുഹു ഫി തൗഹീദി വഹുഖൂഖിഹി വജസാഇഹി വഫീ ശഅനി ശിർകി വഅഹ്ലിഹി വജസാഇഹിം. ഖുർആനിലെ എല്ലാ ആയത്തും തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, വിപരീതമായ ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്, തൗഹീദിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെട്ടതാണ്, തൗഹീദ് തിരസ്കരിച്ച ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൽ തൗഹീദുമായി ബന്ധമില്ലാത്ത ഒന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ 10ാമത്തെ കാര്യം, സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗലോകമാണല്ലോ. ഈ ദുനിയാവിന് യാത്ര പോയാൽ സ്വർഗത്തിലേക്ക് എത്തണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. എങ്കിൽ ആ സ്വർഗത്തിന്റെ താക്കോല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മിഫ്താഹുൽ ജന്ന ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ മിഫ്താഹ്, സ്വർഗത്തിന്റെ താക്കോല് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ്, സാക്ഷ്യവാക്യമാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതുകൊണ്ട് സഹോദരന്മാരെ, തൗഹീദാണ് ഇസ്ലാമിന്റെ ജീവൻ, തൗഹീദാണ് ഇസ്ലാമിന്റെ ജീവൻ, തൗഹീദാണ് ഇസ്ലാമിന്റെ ജീവൻ. ആ ജീവനേൽക്കുന്ന ചെറിയ വിള്ളൽ പോലും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തും, ദുനിയാവിലെ എല്ലാ സമാധാനവും ഇല്ലാതാക്കും, ഖബറിലെ എല്ലാ സുഖ സൗകര്യങ്ങളെയും തകർത്ത് കളയും, മഹ്ശറിൽ പ്രയാസകരമായ ജീവിതമുണ്ടാകും, മീസാനിൽ സിറാത്തിൽ എല്ലാം പ്രയാസകരമായ ഘട്ടമുണ്ടാകും, അവസാനം നരകാഗ്നിയിൽ കിടന്ന് ആപ്പലിക്കേണ്ടി വരികയും ചെയ്യുമെന്നാണ് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. അതേ, സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. താക്കോൽ എന്ന് പറഞ്ഞ പ്രയോഗം ശ്രദ്ധേയമാണ്. താക്കോലിന് പ്രത്യേകതയുണ്ട്. ഒരു ലോക്ക് തുറക്കണമെങ്കിൽ ആ ലോക്കിന്റെ താക്കോൽ ഏതാണോ അതേ താക്കോലുമായി തന്നെ ചെല്ലണം. ഏതെങ്കിലും താക്കോലുമായി ചെന്നാൽ ഏത് പൂട്ടും തുറക്കാമെന്ന ഒരവസ്ഥ ഇല്ല. അതോടൊപ്പം ആ താക്കോല് കേടുപാട് സംഭവിക്കാത്ത താക്കോലാവണം. ആ താക്കോലിന്റെ ഒരു പല്ല് പോലും വളവില്ലാത്തതാവണം. ആ താക്കോലിന് തുരുമ്പെടുക്കാത്തതാവണം. ആ താക്കോലിന്റെ എവിടെയെങ്കിലും ഒരു തെല്ല് ഒരൽപ്പം പൊട്ടിയാൽ, ഒരൽപ്പം വളഞ്ഞാൽ പിന്നെ ആ താക്കോൽ ഉപയോഗിച്ച് ആ ലോക്ക് തുറക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അതുണ്ടായാ പിന്നെ സ്വർഗമുറപ്പല്ലേ? കാരണം സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതുകൊണ്ട് താക്കോൽ കൈവശമുണ്ട്, പിന്നെന്ത് പേടിക്കാൻ എന്ന മട്ടിലാണ് ചോദ്യമെന്നാണ് ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. വഹബ് ഇബ്നു മുനബ്ബിഹ് പറഞ്ഞു കൊടുത്തു, അതെ ബല, അതെ ശരിയാണ്, സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. പക്ഷേ വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ വലഹു അസ്നാൻ.
വലൈസ മിഫ്താഹുൻ, ഒരൊറ്റ താക്കോലുമില്ല, ഇല്ലാ വലഹു അസ്നാൻ, ഏത് താക്കോലിനുമുണ്ട് ചില പല്ലുകൾ. പല്ലില്ലാത്ത താക്കോലില്ല, എല്ലാ താക്കോലിനുമുണ്ട് അതിന്റെ പല്ലുകൾ. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹത് ലക വഇല്ലാ ലം യുഫ്തഹ് ലക, ശരിയായ പല്ലുള്ള താക്കോലുമായി നീ ചെന്നാൽ നിനക്ക് സ്വർഗം തുറക്കപ്പെടും. അതല്ല, ആ പല്ലില്ലാത്ത, പല്ല് പൊട്ടിയ, വളഞ്ഞ, തുരുമ്പെടുത്ത, നിളങ്ങിയ താക്കോലുമായിട്ടാണ് നീ ചെല്ലുന്നത് എങ്കിൽ നിനക്ക് സ്വർഗം തുറക്കപ്പെടുകയില്ല. ഇമാം ബുഖാരി മുഅല്ലഖായി ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. അഥവാ ശരിയായ താക്കോലുള്ള, ശരിയായ പല്ലുള്ള താക്കോലുമായിട്ടാണോ പോകുന്നത് എങ്കിലാണ് തുറക്കപ്പെടുക, ഇല്ലേ തുറക്കപ്പെടുക ഇല്ല. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ, അഥവാ താക്കോല് പല്ലുള്ള താക്കോലുമായിട്ടാണ് നീ ചെല്ലുന്നത് എങ്കിൽ ഫുതിഹത് ലക, നിനക്ക് തുറക്കപ്പെടുമെന്ന. അതാണ് സഹോദരന്മാരെ നമ്മൾ ഗൗരവമായി കാണേണ്ടത്. നമ്മുടെ താക്കോലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നമ്മുടെ താക്കോലുകൾ, ആ താക്കോലുകൾക്ക് പല്ലുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വേദനാജനകമെന്ന് പറയട്ടെ, ഇന്ന് സമൂഹത്തിൽ സ്വീകരിക്കുന്ന പല മഹാഭൂരിപക്ഷം ആളുകളുടെയും മിഫ്താഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നാളെ സ്വർഗം തുറക്കാൻ ഉപയോഗിക്കേണ്ടുന്ന ആ താക്കോല് പലപ്പോഴും പൊട്ടിയതാണ്, പല്ല് വളഞ്ഞതാണ്, തുരുമ്പെടുത്തതാണ്, നുരുമ്പിയതാണ്, പഴകി പൊളിച്ചതാണ്. ഒരുപക്ഷെ അതുമായി ചെന്നാൽ തുറക്കപ്പെടുമോ എന്ന് നാം ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് എത്രയെത്ര വ്യതിയാനങ്ങളാണ് ആ രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജീവനായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിഴവുകൾ സംഭവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈവശമുണ്ട് എന്ന് ആളുകൾ സമാധാനിക്കുന്നു. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളുകളാണല്ലോ, പിന്നെന്ത് പേടിക്കാനെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ വഹബ് മുനബ്ബഹ് പറഞ്ഞതുപോലെ താക്കോൽ ശരിയാണോ, പല്ല് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താ സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താണ് തൗഹീദ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു തആലയല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, സഹായമർത്ഥിക്കപ്പെടാൻ, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കപ്പെടാൻ, സുജൂദും റുകൂഉം തവാഫും സഅയും അടക്കമുള്ള സർവ്വ ഇബാദത്തുകളും സമർപ്പിക്കപ്പെടാൻ അർഹതയുള്ള ഇലാഹായവൻ അല്ലാഹു തആല മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധകർഹനായും ഇല്ല എന്ന അടിസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയമെങ്കിൽ ഇന്ന് സമുദായത്തിൽ എത്രയെത്ര ആരാധ്യന്മാരാണ്. ആളുകൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ അല്ലാഹുവിലേക്കല്ല ഇന്ന് മനസ്സ് തിരിയുന്നത്, സൃഷ്ടികളിലേക്കാണ്, ജാറങ്ങളിലേക്കാണ്, ദർഗയിലേക്കാണ്, സിദ്ധന്മാരിലേക്കാണ്, തങ്ങന്മാരിലേക്കാണ്, ബീവിമാരിലേക്കാണ്, ജിന്നുകളിലേക്കാണ്, പിശാചുക്കളിലേക്കാണ്, മലക്കുകളിലേക്കാണ്, ആൾ ദൈവങ്ങളിലേക്കാണ്, പുണ്യപുഷ്പങ്ങളിലേക്കാണ്, പുണ്യസ്ഥലങ്ങളിലേക്കാണ്, പുണ്യവൃക്ഷങ്ങളിലേക്കാണ്, നൂലിലേക്കാണ്, ഏലസിലേക്കാണ്, ചരടിലേക്കാണ്, ഉറുക്കിലേക്കാണ്. ആരാ സഹോദരന്മാരെ പഠിപ്പിച്ചത്? അതുമായി ചെന്നാൽ ആ താക്കോൽ കൈവശമുണ്ട് എന്ന സമാധാനം കൊണ്ട് കാര്യമുണ്ടാകുമോ? നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയുടെ പല്ലുകളെല്ലാം പലപ്പോഴായി അത് പൊട്ടിപ്പോയിട്ടുണ്ട്, പലതും വളഞ്ഞിട്ടുണ്ട്, തുരുമ്പെടുത്തിട്ടുണ്ട്. വിശ്വാസിയുടെ പ്രഖ്യാപനങ്ങളുമായി ഇന്ന് പലപ്പോഴും പ്രഖ്യാപനമില്ലാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തിനും ഏതിനും സൃഷ്ടികൾ മതി എന്നിടത്തേക്ക് അവസ്ഥകൾ മാറുന്നു. വിശ്വാസിയുടെ നിലപാടോ ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്നാണല്ലോ. എത്ര സ്ഥലത്ത് ഖുർആൻ പരിചയപ്പെടുത്തിയത്? നബിയോടല്ല പറഞ്ഞു ഫഖുൽ ഹസ്ബി അല്ലാഹ്, നബിയെ താങ്കൾ പ്രഖ്യാപിക്കൂ ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന് പ്രഖ്യാപിക്കൂ നബിയെ എന്ന് വിശുദ്ധ ഖുർആനാണ് പരിചയപ്പെടുത്തിയത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരാണോ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നത്, അല്ലാഹുവിൽ തവക്കുലാക്കുന്നത്, അവൻ അല്ല മതി എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഈ വചനം ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ രണ്ട് ഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ, വിവസ്ത്രനായി നഗ്നനായി തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്കല്ല മതി, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അവനാകുന്നുവെന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. രണ്ടാമത്, പ്രവാചകർക്കെതിരെ, സ്വഹാബത്തിനെതിരെ എല്ലാവരും കൂടെ സഖ്യകക്ഷിയായി ഒരുമിച്ചുകൂടി ഒന്നിച്ചുകൂടി മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി അവരെ ഒന്നിച്ച്
കച്ചകെട്ടിറങ്ങിയ ആ ഘട്ടം, ഹുനൈൻ യുദ്ധ സമയം, ഇതാ എല്ലാവരും ഇന്ന് നിങ്ങൾക്കെതിരെ ഐക്യസംഘമാണ്, എല്ലാവരും സഖ്യകക്ഷികളാണ്, എല്ലാവരും ഒന്നിച്ചുകൂടി മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, മുഹമ്മദ് നബിയെയും സ്വഹാബത്തിനെയും ഇല്ലായ്മ ചെയ്യാനിതാ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നു എന്ന് ചില ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹയാണ് എന്ന് പ്രഖ്യാപിച്ച ആ നിലപാടാണ് ശരിയായ പല്ലുള്ള താക്കോലാണ്. കൈവശം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇന്നതല്ല ഇന്ന് എന്തിനും ഏതിനും CM മടവൂര് മതി എന്നാണ് ചില മനുഷ്യന്മാർ പറയുന്നത്. ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം CM-നാണത്രേ. മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്താവ് ആരെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങളെ മറുപടി അടുത്ത കാലം വരെ അല്ലാഹു എന്നായിരുന്നുവെങ്കിൽ ഇന്ന് നോട്ടീസുകളിൽ ഉസ്താദുമാർ വിഷയം കൊടുക്കുന്നത് മുദബ്ബിറുൽ ആലം CM മടവൂർ എന്നാണ്. ലോകം നിയന്ത്രിക്കുന്നവൻ അഥവാ റബ്ബുൽ ആലം, ലോകത്തിന്റെ റബ്ബ്, ലോകത്തിന്റെ മുദബ്ബിർ, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവ്, ജഗന്നിയന്താവ്. ജഗമെന്ന ലോകമെന്നാണ്. ജഗന്നിയന്താവ് അലാ മുദബ്ബിറുൽ ആലം. ആരാ ജഗന്നിയന്താവ് എന്ന ചോദ്യത്തിന് കോഴിക്കോട് മടവൂരിൽ 33 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാൻ മടിയില്ലാത്തവരായി മുസ്ലിം ഉമ്മത്ത് അധപതിച്ചു പോയിരിക്കുന്നു. എന്തിനേറെ ഒരു ഉസ്താദായ പ്രസംഗത്തിന് ആഹ്വാനം ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ, ഏതെല്ലാം പ്രതിസന്ധിയുണ്ടോ, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും അല്ലാഹ് മതി എന്നല്ല, പകരം CM മതി എന്നാണ്. നമുക്ക് CM മതി, എല്ലാത്തിനും CM മടവൂര് മതി, എന്തിനും ഏതിനും CM മതി എന്ന് ആഹ്വാനം ചെയ്യുന്ന ഉസ്താദിന്റെ ആ പ്രസംഗത്തിന്റെ കഷ്ണം സഹോദരങ്ങളെ നിങ്ങളൊന്ന് കേൾക്കുക. മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ കണ്ടോ. എല്ലാത്തിനും ശൈഖുന മദീന, എന്തിനും ശൈഖുന മതി. അത് എന്തു പ്രശ്നമാകട്ടെ, സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, മാനസികമാകട്ടെ, ഏതു പ്രശ്നമാണെങ്കിലും ശരി, എല്ലാത്തിനും ശൈഖുന മതി, യാതൊരു സംശയവുമില്ല എന്ന് പറയുന്ന ആളുകൾ അവരും പറയുക, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വക്താക്കളാണ്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്നാണ് പറയാറുള്ളത്. വഹബ് ഇബ്നു മുനബ്ബഹിന്റെ ആ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലുമായി ചെല്ലുമ്പോൾ ആ താക്കോലിന്റെ പല്ലുകൾ ശരിയായതായിരിക്കണം, അല്ലെങ്കിൽ തുറക്കപ്പെടുകയില്ല എന്ന താബിഈ പ്രമുഖന്റെ ആ വചനത്തെ സഹോദരന്മാരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ സ്ഥാനത്ത് അല്ലാഹു അല്ലാത്തവരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇവിടെ എന്തിനും ഏതിനും അല്ലാഹ് മതി എന്ന വിശ്വാസത്തിന് പകരം എന്തിനും ഏതിനും ശൈഖുന മതി, CM മടവൂര് മതി, മുഹിദ്ദീൻ ശൈഖ് മതി, റിഫായി ശൈഖ് മതി, മമ്പുറന്തങ്ങൾ മതി എന്ന് തുടങ്ങി ഓരോ നാട്ടിലെ ഓരോരുത്തരുടെ പേരിലേക്ക് ചാർത്തിക്കൊണ്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ആളുകൾക്ക് രോഗം വന്നാൽ, ആളുകൾക്ക് പ്രയാസം വന്നാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടാൽ, പ്രയാസങ്ങൾ വന്നാൽ അവിടെയൊക്കെ ആദ്യം ഓടി വരുന്നത് പടച്ചറബിനുള്ള തേട്ടമല്ല, പകരം അവിടെ തങ്ങളുണ്ട്, ഇവിടെ ഒരു ബീവിയുണ്ട്, അവിടെ ജാറമുണ്ട്, അവിടെ പോയിട്ടാണ് അവന്റെ പ്രശ്നം മാറിയത്. ആ തങ്ങളെ ചെന്ന് കണ്ടിട്ടാണ് അവന്റെ പ്രയാസം മാറിയത്. ഈ ബീവിയെ ചെന്ന് കണ്ടിട്ടാണ് അവന് സന്താനമുണ്ടായത്. അവിടുത്തെ നൂല് കൊണ്ടാണ്, അവിടുത്തെ ഉറുക്ക് കൊണ്ടാണ്, അവിടുത്തെ ഏലസ് കൊണ്ടാണ്, അവിടുത്തെ ബറക്കത്ത് കൊണ്ടാണ്, ആ തങ്ങളെ വാക്ക് കിട്ടിയിട്ടാണ് അവന്റെ പ്രശ്നം മാറിയത് എന്നാണ് സമുദായം എന്ന് ചിന്തിക്കുന്നത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 90 വയസ്സ് വരെ സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു തേട്ടമെങ്കിലും റബ്ബല്ലാത്തവരിലേക്ക് പോയിട്ടില്ല, ഒരു ജാടത്തിലേക്ക് പോയിട്ടില്ല, ഒരു മഹാനെ തേടി പോയിട്ടില്ല. നേരെ മറിച്ച് റഹ്മാനായ റബ്ബിനോട് റബ്ബേ സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്ന പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി കാണിച്ചത്. 90ാമത്തെ വയസ്സിലാണല്ലോ സന്താനമുണ്ടാകുന്നത്. സക്കരിയ നബിയും ഏതാണ്ട് ആ പ്രായം വരെ ഒരു 80-85 കൊല്ലം വരെ സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ സക്കരിയ നബിയുടെ മാതൃക, ഇബ്രാഹിം നബി
നബിയെ സഹായിക്കണേ എന്നല്ല, 90-ാം വയസ്സിൽ കുട്ടിയെ കിട്ടിയ ഇബ്രാഹിം നബിയെ എനിക്കൊരു കുട്ടിയെ വേണമെന്ന് സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ല. നേരെ മറിച്ച് ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, തന്റെ റബ്ബിനോട് സ്വകാര്യമായി തേടി എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും തന്റെ റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതേപോലെ യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൻ നഷ്ടപ്പെട്ട് ആ വിഷമം കാരണം ആ പ്രയാസം കാരണം വല്ലാത്ത ബുദ്ധിമുട്ടിലായപ്പോഴും അവിടെ ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടില്ല. അതേപോലെ പ്രപിതാക്കന്മാരായ അമ്പിയാക്കളെ ഒരാളെയും വിളിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസീ, എൻ്റെ വിഷമങ്ങളും എൻ്റെ പ്രയാസങ്ങളുമെല്ലാം ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ്. ആ റബ്ബിനോടാണ് എൻ്റെ സങ്കടം പറയാനുള്ളത് എന്ന് പഠിപ്പിച്ച യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഏതു നബിയുടെ ചരിത്രമെടുത്താലും ഇതല്ലാത്തൊരു പാഠം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്വഹാബത്തിന്റെ രീതിയും അങ്ങനെ തന്നെയല്ലേ? ചൂടേറിയ മണലിൽ മലർത്തിക്കിടത്തി വിവസ്ത്രനാക്കി തന്റെ വയറ്റത്ത് ഭാരമേറിയ കല്ല് കയറ്റി വെച്ച് അതിശക്തമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും വിളിയടാ ലാത്തയെ, വിളിയടാ ഉസ്സയെ എന്ന് പറഞ്ഞ് അതിക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമല്ലാതെ, അഹദ് അഹദ് എന്ന പ്രഖ്യാപനമല്ലാതെ അല്ലാത്തവരെ വിളിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. അതിൻ്റെ പേരിൽ ജീവൻ നഷ്ടമായ സ്വഹാബിമാരുണ്ട്. അതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സ്വഹാബി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും അല്ലാഹ് എന്നല്ലാത്ത വിളി വിളിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ ന്യായം പറഞ്ഞുകൊണ്ട്, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ എന്ന ന്യായം പറഞ്ഞുകൊണ്ട്, കറാമത്ത് കൊണ്ടാണ് മുഴിജത്ത് കൊണ്ടാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരു വിളിയെങ്കിലും തിരിച്ചുവിടാൻ അവരാരും തയ്യാറായിട്ടില്ല. കാരണം സ്വർഗം തുറക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. ആ സ്വർഗം തുറക്കാൻ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്, ആ തൗഹീദിന് ഒരു കോട്ടം സംഭവിച്ചാൽ, ആ താക്കോലായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു പല്ലെങ്ങാനും വളഞ്ഞാൽ പിന്നെ അതുമായി ചെന്നാൽ എൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയില്ല. ഫഇൻ ജിഇത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹത് ലക വഇല്ലാ ലം യുഫ്തഹ് ലക, പല്ല് ശരിയായ താക്കോലുമായിട്ടാണോ നീ ചെല്ലുന്നത് എങ്കിൽ സ്വർഗം തുറക്കപ്പെടും. ഇല്ലേ നിനക്ക് മുമ്പിൽ ആ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന അധ്യാപനം നെഞ്ചേറ്റിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഹസ്ബിയല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി എന്ന പ്രഖ്യാപനമാണ് സ്വഹാബിമാരും താബിഴികളും തബിഴ് താബികളും ശേഷമുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാരുമെല്ലാം പരിചയപ്പെടുത്തിയത്. പക്ഷെ ഇന്ന് അവിടുന്ന് മാറി നമ്മൾ കേട്ടു അല്ല മതി എന്ന സ്ഥാനത്ത് ശൈഖുന മതി എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അല്ലാഹു കാണും പോലെ കാണുമെന്ന്, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുമെന്ന് എഴുതി വെക്കുന്ന സാഹചര്യമുണ്ടായി. എൻ്റെ കൈവശമുള്ളത് വലിയുല്ലാഹി CM സ്മരണിക എന്നാണ്. വലിയുല്ലാഹി CM സ്മരണിക. ഈ CM സ്മരണികയിൽ വ്യക്തമായി എഴുതി വെക്കുന്നു, ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ഒരു ഹദീസിന് തെറ്റായ അർത്ഥം കൊടുത്തുകൊണ്ട് അവിടെ പറയുകയാണ്, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരാരും പറയാത്തൊരു വാദം പണ്ഡിതന്മാരെ പേരിൽ വ്യാജമായി ചാർത്തി വെച്ചിരിക്കുന്നു. അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുമത്രേ, അല്ലാഹു കാണും പോലെ കാണുമത്രേ, അല്ലാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമത്രേ. അതെ, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഇതൊക്കെ വിശ്വസിക്കുമ്പോഴും പുറത്തേക്ക് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് ഞങ്ങൾ, അത് ചൊല്ലുന്നവരാണ് ഞങ്ങൾ, സ്ഥാനത്തും അസ്ഥാനത്തുമായി ആയിരക്കണക്കിന് തവണ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളെ പേര് ശിർക്കാരോപിക്കുകയാണോ എന്ന ചോദ്യമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. മാത്രമല്ല അല്ലാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഔലിയാക്കന്മാരും ചെയ്യുമെന്നാണ് സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? അല്ലാഹ് ചെയ്യും പോലെ ചെയ്യൂല. അല്ലാഹു കേൾക്കുന്ന പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പച്ച മലയാളത്തിൽ എഴുതി വിട്ടു. അതിനപ്പുറത്ത് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചു, അല്ലാഹു ചെയ്യുന്ന എല്ലാം മഹാന്മാര് ചെയ്യും, പക്ഷെ അല്ലാഹ് ചെയ്യുന്നത് പോലെ ചെയ്യൂല. അതേ വ്യത്യാസമുള്ളൂ. അല്ലാഹ് ചെയ്യും പോലെ ചെയ്യൂല, പക്ഷെ അല്ലാഹ് ചെയ്യുന്ന എല്ലാം ചെയ്യും. കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം. അല്ലാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്.
അള്ള അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ള അറിയണത് പോലെ അറിയുന്നല്ല. അള്ള അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരെ അറിയണത് എങ്ങനെ? അതെ, അപ്പൊ അള്ളാഹ് അറിയുന്നതൊക്കെ അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെ അറിയൂല. അള്ളാഹ്ക്ക് മാധ്യമങ്ങൾ വേണ്ട, ഇവർക്ക് മാധ്യമങ്ങളുണ്ട്. ആ വ്യത്യാസമേ ഉള്ളൂ. അതാണ് മാറ്റിവെച്ചാ പിന്നെ അള്ളാഹു അറിയുന്നതൊക്കെ മഹാന്മാരും അറിയും. അതാണ് സുന്നികളുടെ വിശ്വാസമെന്നാണ് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ ജീവനാണ് ഇവിടെ പരിക്കേൽക്കുന്നത്. ഈ ഒരു വാദം വന്നപ്പോൾ ആരെക്കുറിച്ചും എന്തും പറയാമെന്നായി, ലോകത്തെവിടെ വിളിച്ചാലും കേൾക്കുമെന്നായി. വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വൈബൂട് അത് തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശരി, വായ കൂടുമ്പം ഉത്തരം ചെയ്യാമെന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ മുഹീദ്ദീൻമാർ എഴുതി വെക്കപ്പെട്ടു. നാട് പ്രശ്നമല്ല, കാലം പ്രശ്നമല്ല, ഭാഷ പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല. എന്താവശ്യത്തിന് ആരെപ്പ ഇവിടുന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും ശരി, ആ വിളിയെല്ലാം കേൾക്കാൻ, അത് വേർതിരിച്ചറിയാൻ, അവന്റെ ആവശ്യം മനസ്സിലാക്കാൻ, ഉത്തരം ചെയ്യാൻ കഴിവുള്ളവരാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന ആശയം മുഹീദ്ദീൻ മാലി സ്ഥാനം പിടിച്ചു. മാലപ്പാട്ടുകളിൽ, മൗലീദുകളിൽ, റാത്തീബുകളിൽ, ഖുത്ബിയത്തിൽ എല്ലാം ഇതേ ആശയം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞ അവസാനം ഇപ്പോൾ മുസ്ലിയാർ പറഞ്ഞത്, CM പറഞ്ഞു അത്രേ, ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. കാരണം എന്താ? മുദബ്ബിറുൽ ആലമാണ്, ലോകം മൊത്തം നിയന്ത്രിക്കുന്നവരാണ്. ഖുതുബുൽ ആലമാണ്, ലോകത്തിന്റെ അച്ചുതണ്ടാണ്. ശൈഖുൽ മശായിഖാണ് എന്നൊക്കെ പറഞ്ഞവർ ഇപ്പൊ അവസാനം പ്രഖ്യാപിച്ചു, അല്ല അതിനൊക്കെ അപ്പുറത്ത് CM പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. കേട്ടോളൂ നിങ്ങൾ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി. എന്താ പറഞ്ഞത്? അനല്ലാ, ഞാൻ തന്നെയാണ് അല്ലാഹ് എന്ന് CM പ്രഖ്യാപിച്ചു. ആരോട്? അണ്ടോണ മുസ്ലിയാരോട് പ്രഖ്യാപിച്ചുവെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് എത്തി കാര്യങ്ങൾ. കൊടുത്ത കഴിവ് എന്ന ന്യായം പറഞ്ഞ് അവസാനം റഹ്മാനായ റബ്ബിന്റെ അതേ സ്ഥാനം തന്നെ പ്രഖ്യാപിക്കുന്ന, ഞാൻ അല്ലാഹയാണ് എന്ന് വ്യക്തമായി പറയുന്ന, അത് പിന്നെ ഉസ്താദുമാര് പ്രസംഗത്ത് പറയുന്ന, അത് വിശ്വസിച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലാഹ് കൊടുത്ത കഴിവല്ലേ എന്ന് വേണമെങ്കിൽ ന്യായം പറയാവുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സാഹചര്യമെത്തി. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അട്ടിമറിക്കപ്പെടുകയാണ്. സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ, കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ, ഇലാഹാണെന്ന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തുമാവാം, എന്തും വിശ്വസിക്കാം, എന്തും ചോദിക്കാം, എങ്ങനെയും തേടാം, ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ശിർക്ക് പേടിക്കാനേ ഇല്ല എന്ന തലതിരിഞ്ഞ ആശയമാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. മറുഭാഗത്ത് ഒന്നുകൂടെ അപ്പുറത്തേക്ക് പോയി ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന തലതിരിഞ്ഞ തസവുഫ് ത്വരീഖത്ത് നമ്മുടെ നാട്ടിലും വ്യാപകമാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ യാതൊന്നുമില്ല, എല്ലാം അല്ലാഹയാണ്, എല്ലാം അല്ലാഹയാണ്, അല്ലാഹയല്ലാത്ത ഒന്നുമില്ല, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് വാദിക്കുകയും അവസാനം ഫിർഔന്റെ വാദവും ശരിയാണ്, ഫിർഔനും മുഅ്മിനാണ്, ഇബ്ലീസും മുഅ്മിനാണ് എന്നിവരെ പറയുന്ന സൂഫികൾ ലോകത്ത് കഴിഞ്ഞു പോയി. ആ സൂഫികളെയൊന്നും സമസ്ത തള്ളിപ്പറഞ്ഞിട്ടില്ല. അക്ബരിയ ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ ശൈഖായി അറിയപ്പെടുന്ന ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന ഇബ്നു അറബിയാണ് പ്രഖ്യാപിച്ചത്. ഫിർഔൻ മുഅ്മിനാണെന്ന് മാത്രമല്ല, ത്വാഹിറും മുത്തഹിർ, അവൻ പരിശുദ്ധനാണ്, പരിശുദ്ധമാക്കപ്പെട്ടവനുമാണ്. ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധനാണ് ഫിർഔൻ എന്ന് തന്റെ കിതാബിൽ എഴുതി വെച്ചാലാണ് ഇബ്നു അറബി എന്ന് പറയുന്ന ഷെയ്ഖുൽ അക്ബർ. ഹല്ലാജ് പ്രഖ്യാപിച്ചതാണ് അനല്ലാ, ഞാനാണ് അല്ലാഹ് എന്ന്. മൗലൂദ് കിതാബിൽ കാണാം, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല
മറ്റൊന്നില്ല എന്ന്. ഉള്ളതെല്ലാം അല്ലയാണ്, എല്ലാം അല്ലയാണ്, അല്ലയല്ലാത്ത മറ്റൊന്നുമില്ല. ഈ ആശയം ലാ ഇലാഹ ഇല്ലല്ലയിൽ അട്ടിമറിക്കലാണ്. സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിന്റെ ജീവനാണ്. തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ്. എന്താണോ എങ്ങനെയാണോ അല്ലാഹും റസൂലും പരിചയപ്പെടുത്തിയത്, സ്വഹാബത്ത് സ്വീകരിച്ചത്, അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് ശരിയായ ദീനായി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കക്ഷി അപ്പുറത്തേക്ക് ഒന്നുകൂടെ അപ്പുറം കൊണ്ടുപോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു അല്ലാതെ ഹാക്കിമില്ല, അതുകൊണ്ട് വിധി പറയാൻ അവകാശം അല്ലാഹ്ക്ക് മാത്രം. അതുകൊണ്ട് ഈ നാട്ടിലെ സർക്കാരൊക്കെ ത്വാഗൂത്താണ്, ഇവിടുത്തെ എല്ലാ സംവിധാനവും ത്വാഗൂത്താണ്. അതിന് കീഴിൽ നിൽക്കാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, ജോലി അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിനെ അട്ടിമറിച്ച മറ്റൊരു സംഘവും കാണാൻ കഴിയുന്നു. രണ്ടിനും മധ്യയാണ് ശരി. അതുകൊണ്ട് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥ മഅബൂദില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് സഹായമർത്ഥിക്കാൻ, നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ എല്ലാം നൽകുന്നവൻ, എല്ലാം തടയുന്നവൻ എല്ലാം അല്ലാഹു തആല തന്നെ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനില്ല എന്ന ആ പ്രഖ്യാപനം കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് ബോധ്യമായി ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നുവെന്നത് കേവലം ഒരു വാക്കായി മാറിയാൽ പോരാ, അത് നിലപാടായി, അത് വിശ്വാസമായി, അത് നമ്മുടെ ആദർശമായി, നമ്മുടെ ജീവനായി നാം അതിനെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനാൽ എന്തു വന്നാലും ശരി ലാ ഇലാഹ ഇല്ലല്ലാഹ് കാത്തു സൂക്ഷിക്കുക. നബി തങ്ങളുടെ സ്വഹാബി അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ 9 ഉപദേശങ്ങൾ നൽകി. അതിൽ ഒന്നാമത്തെ ഉപദേശം ലാ തുശ്രിക് ബില്ലാഹ്. അല്ലയോ അബൂദർ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. സ്വഹാബിയോടാ പറയുന്നത്, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഫഇൻ ഖുത്തിഅത ഔ മുസ്ലിത, നിന്നെ കഷ്ണമാക്കി നുറുക്കപ്പെട്ടാലും ശരി, നിന്റെ കൈയും കാലും കൊത്തി മുറിക്കപ്പെട്ടാലും ശരി, പടച്ച റബ്ബിൽ പങ്കു ചേർക്കല്ല, ശിർക്ക് ചെയ്യല്ല എന്ന നബി തങ്ങളുടെ ഉപദേശം സഹോദരങ്ങളെ നമ്മോട് കൂടിയാണ്. ആ ഉപദേശത്തെ നാം ഏറ്റെടുക്കുക, തൗഹീദിനെ നെഞ്ചോട് ചേർക്കുക. എന്തു വന്നാൽ റബ്ബിനോട് തേടൂ. എനിക്കല്ല മതി, ഹസ്ബിയല്ല, എനിക്കല്ല മതി, ഹസ്ബുനല്ല, ഞങ്ങൾക്കല്ല മതി, നിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹയാണ്. തവക്കൽതു അലല്ലാഹ്, ആ അല്ലാഹുവിനാ എല്ലാം ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയായ പല്ലുള്ള ശരിയായ താക്കോലുമായി ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര പോകണം. എങ്ങനെ സ്വർഗ്ഗലോകം തുറക്കപ്പെടുകയുള്ളൂ. അങ്ങനെ സ്വർഗ്ഗം ലഭിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.